അതെ, നിങ്ങൾ മറ്റന്നാൾ വരണ്ട. 2 ദിവസം ഞാൻ ഒരു സെമിനാറിന് പോകണം. ഡോക്ടർമാരുടെ സെമിനാർ ഉണ്ട്, അതിന് പോവുക. അതിൻ്റെ അടുത്ത ദിവസം എൻ്റെ നാത്തൂൻ്റെ കുട്ടീൻ്റെ നിക്കാഹാണ്. അപ്പം അതിൻ്റെ അടുത്ത ദിവസം വന്നാൽ മതി കേട്ടോ. അന്ന് നമുക്ക് സർജറി അങ്ങോട്ട് ചെയ്യാം. ഒരു 3 ലക്ഷം റുപ്യ കയ്യിൽ വെക്കണേ. പറഞ്ഞില്ല എന്ന് വേണ്ട. ശരി, വെച്ചോളി. അയ്യോ, എന്താ അച്ഛൻ വേദന എടുത്തിട്ട് കാര്യമാണ്. അലി ചേട്ടൻ എന്താണത്? ആശുപത്രിയാന്ന് പറഞ്ഞാൽ മിണ്ടായിരിക്കും. അങ്ങോട്ട് തള്ളു. ഒച്ചെടുക്കണ എന്തിനാണ്? അങ്ങോട്ട് വിട് ചേട്ടാ, അത് ഡോക്ടറെ അടുത്തോട്ട് വെക്ക്. ഇവിടെ മതി, ഇവിടെ മതി, മതി മതി മതി. സുഗതനല്ലേ? അതെ അതെ. മോനാ? അതെ അതെ. ഇതെപ്പ കയ്യിൽ പരിശോധന? ഇതെപ്പ കയ്യിൽ പരിശോധന? കുറച്ചു നേരം കഴിയൂ. എനിക്ക് വേറെ രോഗികളെ കൊണ്ടുവരാൻ. നിങ്ങൾ പോയി കൊണ്ടുവന്നോളി, ഒരുപടി ഇരുന്നോളൂ. എന്ത് എനിക്കിത് സമയറിയണ്ടേ? കൊണ്ടുവരണ്ടേ? വരണ്ടേ? ഇപ്പൊ 2:50. 3:15 പോരി. നേരത്തെ പറഞ്ഞൂടെ ഇത്? നിങ്ങളോട് ചോദിച്ചില്ലേ? എന്ത് മനുഷ്യരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പാടില്ല. പേഷ്യൻസിനോട് ഇത്തിരി മാന്യമായിട്ട് പെരുമാറിക്കൂടെ? മാന്യത വിട്ട് സംസാരിച്ച മൂപ്പര്? അത് സാധാരണ ഉള്ളതാ, അതെല്ലാരോടും ഉണ്ട് മൂപ്പർക്ക്. അതായത് ഈ ഹോസ്പിറ്റലിലെ MD മൂപ്പര് ഒരുമിച്ച് പഠിച്ചതാ. അപ്പൊ ഹോസ്പിറ്റലിൽ തുടങ്ങിയ കാലത്ത് മൂപ്പര് ഇവിടെ തട്ടണ്ട. എന്നോട് ഇപ്പൊ പെരുമാറി കണ്ടില്ല നിങ്ങൾ? ഇങ്ങനെ ഒരു ഡോക്ടറോട് പെരുമാറുക. ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നോട്. അല്ല സാറേ, പുള്ളിനെ ICUവിന്റെ പരിസരത്തോട്ടൊന്നും വിടാതിരിക്കാൻ നല്ലത്. അല്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പറഞ്ഞ് കിടക്കണവര് പെട്ടെന്ന് പോകും. അങ്ങോട്ട് വിടൂല, ICUവിലേക്കൊന്നും വിടൂല. ആള് ശാന്തക്കാരനാ. സുഗതൻ അല്ലേ? എത്ര ദിവസം ഇവിടെ വന്നിട്ട് നിങ്ങള്? 10-12 ദിവസമായി സാർ ഇവിടെ കിടക്കാൻ തുടങ്ങി. 12 ദിവസമൊക്കെ ആയോ? ദിവസം പോണത് അറിയണില്ല. ഇപ്പൊ സത്യം ഡോക്ടറെ കണ്ട് എല്ലാം ചെക്ക് ചെയ്ത്. ഇപ്പൊ അവിടെ കുഴപ്പമൊന്നുമില്ല, സാറിനെ വന്ന് കാണാൻ പറഞ്ഞിട്ട്. ഇല്ല, ഗാസ്ട്രോയിലൊരു കുഴപ്പമില്ല. സത്യം സാറിട്ട് ഞാൻ സംസാരിച്ചിനി കേട്ടോ. ഇനിയിപ്പോ യൂറോയിലാണ്. അപ്പൊ യൂറോ സർജനാണ് ഞാൻ. അപ്പൊ നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ നടത്താനുണ്ട്. അല്ല, സത്യശീല സാറ് പറഞ്ഞിട്ട് എല്ലാ ടെസ്റ്റുകളും നടത്തി. എന്ത് ടെസ്റ്റ് നടത്തിയേ? ഒരു കുഴൽ ഇങ്ങനെ പിന്നൊന്ന് ബാക്ക് കൂടെ ചെയ്തിട്ടുണ്ടാവും. അതെ, അത് ചെയ്തു. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. എല്ലാം ചെയ്തു. അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഇല്ല. സ്തംഭനം മാറി കിട്ടിയില്ലേ? സ്തംഭനം മാറി കിട്ടി. മൂത്രം പോകണ്ടോ? അപ്പൊ പോണില്ല. പോണ മൂത്രത്തിന്റെ അളവെടുക്കണ്ടോ? ഇല്ല, അളവാത്തത്തിലല്ല മൂത്രം ഒഴിക്കണം. അച്ഛൻ പറമ്പിൽ പോയിട്ടാ മൂത്രം ഒഴിക്കണം. പറമ്പിലൊഴിക്കല് അളവെടുക്കാൻ പറ്റില്ലല്ലോ. പിടിച്ചു വെക്കണ സ്വഭാവം ഉണ്ടോ മൂത്രം? ഇല്ല ഇല്ല, അത് പിടിച്ചു വെച്ചാ കൊടുക്കാൻ ആളില്ലല്ലോ. റബ്ബർ പാലൊക്കെ എടുക്കണമല്ലോ. അതല്ല ഞാൻ ചോദിക്കണത്. ചിലർക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. എത്ര മുട്ടിയാലും പിടിച്ചു വെക്കും, എന്നിട്ട് ഒരു സമയം പിഴ അവർ ഒഴിക്കുള്ളൂ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ല. ഇല്ല അല്ലേ? ഒറ്റ മിനിറ്റ്. ഇവിടെ വേനുണ്ടോ? ഇല്ല. ഇവിടെയോ? ഇല്ല. ഇവിടെ ഉണ്ടോ? ഉണ്ടോ? എന്താ സാർ, വല്ല കുഴപ്പമല്ലോ? അല്ല, കുഴപ്പമുണ്ടോന്ന് നോക്കണം. മൂത്രം തീരെ പോണില്ല, മുക്കിയിട്ടും പോണില്ല. മുക്കിയാലും ഒരു തുള്ളിയേ പോണുള്ളൂ. ടോയ്ലറ്റ് അമ്മക്ക് പെരക്കാത്തുന്നല്ല, അച്ഛന് മൂത്രയിക്കണ്ടേ? അവർ ടോയ്ലറ്റിന് സഞ്ചി തരാ, സഞ്ചി തൂക്കി പിടിച്ചാ മതിയല്ലോ. അല്ല, അപ്പൊ അത് ജീവിതകാലം മുഴുവൻ പിടിച്ചെടുക്കണ്ട. അതൊന്നും വേണ്ട, ഞാൻ പറയാം. അതെ, ക്രയാറ്റിൻ ഉണ്ടോ? ഇല്ല, മെഡിസിപ്പ് ഉണ്ട്. ക്രയാറ്റിന് എടുത്തിട്ടില്ല. മെഡിസിപ്പ് എന്താണ്? അല്ല, ഇൻഷുറൻസ് കാർഡ് അച്ഛൻ്റെ സർക്കാർ. അതല്ല മോനെ, ക്രയാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല എനിക്ക്. യൂറിക് ആസിഡ് ഉണ്ടോ? യൂറിക് ആസിഡ് മേടിച്ചില്ല, ബാക്കി എല്ലാം മേടിച്ചിട്ടുണ്ട് ഡോക്ടർ എഴുതി തന്നത്. യൂറിക് ആസിഡ് ഗുളികയല്ല, വിനാഗിരി. വിനാഗിരിയോ? പിന്നെ എന്താ? പിന്നെ ഒന്നും അറിയില്ല. പിന്നെ ഞാനൊരു പണി ചെയ്യാം. ഞാനേ കുറച്ച് ടെസ്റ്റുകൾ എഴുതി തരും. നമുക്ക് വൃക്കൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കണം. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒരു സർജറി നമുക്ക് ചെയ്യേണ്ടി വരും. ഇല്ല, ചെയ്യാം, നമുക്ക് മെഡിസിപ്പ് ഉണ്ടല്ലോ. മെഡിസിപ്പ് ഉണ്ട്. മെഡിസിപ്പിനെക്കാളും വലുതാണ് അച്ഛന്റെ ജീവൻ അല്ലേ? അതെ. എന്താ ചെയ്യണേ? ഞാൻ PSC എഴുതി നിൽക്കാണ്. അവിടെ നിക്ക്, കുറച്ചാലും അച്ഛന്റെ കൂടെ നിക്ക്. ജന്മം തന്ന അച്ഛനല്ലേ? അപ്പൊ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പൊ മൂപ്പര് വരും, മൂപ്പര് വന്നിട്ട് കൊണ്ടുപോയിക്കോളൂ. ഇല്ല, ഞാൻ തള്ളിക്കൊണ്ട് പോയിക്കോളാം. നിങ്ങൾ കൊണ്ടുപോയിക്കോളോ? പേടിക്കൊന്നും വേണ്ട കേട്ടോ. എന്താണ് ഫയൽ ഇവിടെ ഉണ്ടാവും. കൊണ്ടുവന്നോളൂ അച്ഛാ. അയ്യോ, കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട, പറയണേട്ട്. അടുത്താളെ വിട്ടോടി. Oh.
ആ പേഷ്യന്റ് ആ ഒരു പോയി. നിങ്ങളെ ശല്യം സഹിക്കാൻ പറ്റില്ല എന്നുണ്ടാ മോൻ തന്നെ കൊണ്ടുപോയി. ഇന്നെന്തിരി കോയിൽ നോക്കിയോടെ ഇരിക്കുന്നത്? പിന്നെ ഞാനേ ഇനി അവരെ കൊണ്ടോണ്ടിനി. ഞാനല്ലേ കൊണ്ടോണ്ട്? ആ അത് നിങ്ങന്ന് പറയാഞ്ഞിനി? അതിന് പണ്ടാരടക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് വന്നിനെയോ? നിങ്ങൾ വിളിച്ചാലേ ഞാൻ വരില്ലേ? ഓ എന്റെ മനുഷ്യ ഒരു കൊണ്ടോ നിങ്ങളെ ശല്യം സഹിക്കാൻ നിങ്ങളൊന്ന് പൊയ്ക്കോളി. ഒന്നുമില്ല, പൊയ്ക്കോളേ. അല്ലാത്തൊരു പടപ്പാണ് പഠിച്ചോനെ. ഇതിവിടുത്തെ MD ഡോക്ടറൊക്കെ ആണെങ്കിണ്ടല്ലോ ഈ ഹോസ്പിറ്റലിൽ ആരും ബോംബ് വെച്ചാളി. ഇനിയും 2 ദിവസമായി ഫ്രീസറിൽ ബോഡി കിടക്കുന്നു. പൈസ അടക്കാണ്ട് ബോഡി വിട്ടു തരില്ല, ഒരിക്കലും തരില്ല. അങ്ങനെ തരും? ആ പൈസ അടക്കണം. 10-20 ദിവസം അഡ്മിറ്റ് ആയതല്ലേ, മരിച്ചുപോയി. പൈസ അടക്കുക, ബോഡി കൊണ്ടുപോവുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മേരെ തന്നെ ചീത്ത പറയുന്നത്. ബോഡി വിട്ടു തരാൻ പറ്റൂല. ആഹാ ബോഡി വേണ്ട. അപ്പൊ ഞാനെന്ത് ചെയ്യണ്ട? ബോഡിയുടെ അനാദരവ് കാണിക്കാനും പാടില്ല. അപ്പൊ എന്ത് ചെയ്യും? വിട്ടുകൊടുക്കാൻ പറ്റില്ല. പൈസ എന്ത് വരാൻ പറഞ്ഞത്? വിളിപ്പിച്ചെന്ന് പറഞ്ഞു. അച്ഛന് ഓപ്പറേഷൻ വേണം അല്ലേ? ആ അങ്ങനെ പറഞ്ഞു സാറിന്. അറിഞ്ഞു. ഇവിടെ ബില്ലും വന്നു. ഒരു 4000 അടച്ച്. അല്ല, ഞങ്ങക്ക് പൈസ അടക്കണ്ട. അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നേ. അപ്പൊ മെഡിസിപ്പിന്റെ ഇൻഷുറൻസ് കാർഡ് ഉണ്ട്, പിന്നെ ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റും ആധാർ കാർഡിന്റെ ഫോട്ടോസ്റ്റാറ്റും ഞാനിവിടെ തന്നിരുന്നു. നിങ്ങൾ മാനേജറോട് സംസാരിക്കുക ബാക്കി കാര്യങ്ങൾ. 4000 അടക്ക്. ഇപ്പൊ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ AC റൂം കൊണ്ടിരും 3-5 ദിവസം. അത് വേണമെങ്കിൽ നേരത്തെ പറയണം. അല്ല, ഞാനേ ഒന്ന് മാനേജറെ കാണട്ടെ. അത് പൈസ അടക്കണോ, ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. അല്ല, ഒരു കാര്യം നിങ്ങൾ സംസാരിക്കുമ്പോ 4000 അടച്ച് സംസാരിക്കാലോ? ഇല്ല, ഞാനൊന്ന് മാനേജറെ കണ്ടിട്ട് വരാം. മാനേജർ ഉണ്ടോ? ഓഫീസിലുണ്ടോ? മാനേജറുണ്ട്. ആ ഒന്ന് കാണട്ടെ കേട്ടോ. എന്താണ് സാറേ നിങ്ങൾ പറയുന്നത്? ഓ ഇല്ല, എന്ത് ഇല്ല, നമ്മളൊരു പുതിയ 7 നില കെട്ടിടം കൂടി പണിയാനുള്ള ഒരു പരിപാടി ഉണ്ട്. ഓ അപ്പൊ ധാരാളം സൗകര്യം ഉണ്ടാവും. തികയില്ല അത്ര സ്ഥലം ഉണ്ടായിട്ട്. നിങ്ങക്ക് അപ്പോ വേണമെങ്കിലും വരാനോ? നിങ്ങൾ വാരിയും 10 ദിവസം റെസ്റ്റ് എടുത്ത് പോയി. റിസോർട്ടൊന്നും അല്ല, എന്നാലും ശരി ശരി ശരി. ഓ ആവട്ടെ ആവട്ടെ. ആ ശരി ശരി. ഓ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരാനോ? അല്ല, സുഖവാസ കേന്ദ്രമൊന്നല്ല, ഏതായാലും ഏതാണ്ടൊക്കെ അതുപോലെ തന്നെയാണ്. ശരി, ഓക്കെ ഓക്കെ. ഞാൻ വിളിക്കാം. ഒരാൾ വന്നിരിക്കുന്നു. ശരി ശരി. എന്താണ് സാറേ? എൻ്റെ പേര് പാരിജാതൻ. ഓ എൻ്റെ അച്ഛൻ 10-12 ദിവസമായിട്ട് ഇവിടെ അഡ്മിറ്റാണ്. ശരി. ഒരു സുഗതൻ എന്ന് പറഞ്ഞിട്ട്. ഓ അപ്പോൾ സത്യൻ സാറാണ് പുള്ളിനെ ചികിത്സിച്ചിരുന്നത്. ഓ ഇപ്പോൾ ഒരു കുറവില്ല. പിന്നെ ഇപ്പോൾ യൂറോളജിസ്റ്റ് മൊയ്തു സാറിനെ റെഫർ ചെയ്തേക്കാണ്. ഓ ഞാനപ്പോൾ മൊയ്തു സാറിനെ കണ്ടപ്പോൾ അർജൻറ്റായിട്ടൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓ അപ്പോൾ നമുക്ക് അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് മെഡിസിപ്പിൻ്റെ ഇൻഷുറൻസ് ഉള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ റിസപ്ഷനിൽ നിന്ന് വിളിച്ചിട്ട് 4000 രൂപ ബില്ലടക്കാനും എന്നോട് പറഞ്ഞു. ശരി. അപ്പോൾ നമുക്ക് ചികിത്സ സൗജന്യമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അഡ്മിറ്റ് ആയത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ അച്ഛനൊരു ആശ്വാസവുമില്ല, ബില്ലടക്കാനും പറയണം. അപ്പോൾ അതിനെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ നിങ്ങൾ ഈ 4000 ഉറുപ്പ്യ എക്സസ് വന്നു എന്നുള്ള കാര്യമല്ലേ? അതിപ്പോ എനിക്ക് മനസ്സിലായി. നിങ്ങൾ പ്യാരിജാതം അതെ 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 അതെ. അച്ഛൻ്റെ പേര് സുഗത അതെ അല്ലേ? അപ്പോൾ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താ കാര്യം വെച്ചാലേ, അപ്പോൾ നിങ്ങൾ ഈ മെഡിസിപ്പ് ഇൻഷുറൻസ് ഉണ്ടല്ലോ, അതിൻ്റെ കാർഡ് ഉണ്ട് സാർ. അത് കുഴപ്പമില്ല, അത് കരുതിരുന്നോട്ടെ. അല്ല, ഞാൻ പറയാണ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. അതിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 3 lakhs വരെയാണ് അതിൻ്റെ ഒരു പരിധിയുള്ളത്. അപ്പം അതിവിടെ കഴിഞ്ഞിപ്പോ. അയ്യോ, 3 ലക്ഷം രൂപ കഴിഞ്ഞ? 3 ലക്ഷം രൂപ അല്ല, 3,04,000 രൂപ തീർന്നു.